നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. എൻ ശക്തൻ പുതിയ നിയമസഭാ സ്പീക്കറാകും. ശക്തനാകും കോൺഗ്രസിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്നും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനം കൈക്കൊള്ളും. എൻ ശക്തൻ സ്പീക്കർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ ക്ലിയറൻസ് കിട്ടി. ഏറ്റവും വേഗത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനെ നിശ്ചയിക്കേണ്ടത് അസംബ്ലിയിൽ നിന്നാണ് നിശ്ചയിക്കേണ്ടത്. ഈ ആഴ്ച തന്നെ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. UDF യോഗത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചു. ബജറ്റ് സമ്മേളനം സുഗമമായി നടത്താൻ ആഭ്യന്തര വകുപ്പിൻ്റെ ഇടപെടൽ UDF യോഗം അഭ്യർത്ഥിച്ചു. ഇതിനിടെ സഭയിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് പിന്നീട് തീരുമാനിക്കും എന്ന് R. ബാലകൃഷ്ണപിള്ള അറിയിച്ചു. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ VS സുനിൽകുമാർ MLA, കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ശ്രീ ജോണി നെല്ലൂർ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിലുള്ളത്. ശ്രീ ജോണി നെല്ലൂർ, പ്രതിപക്ഷ പ്രതിഷേധത്തെ നേരിടാൻ ആഭ്യന്തര വകുപ്പിനോട് നിർദ്ദേശം നൽകുക വഴി ജനാധിപത്യപരമായ പ്രതിഷേധം അനുവദിക്കുന്നില്ല എന്ന സന്ദേശമല്ലേ UDF നൽകിയിരിക്കുന്നത്? അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമരം ചെയ്യുവാനുള്ള അവകാശം ഏതു വിധത്തിലാണോ ഉള്ളത്, അതേ വിധത്തിൽ തന്നെ ആ സമരം അക്രമാസക്തമാകാതെയും സമരം സമാധാനപരമായി നടത്തിക്കൊണ്ടുപോകേണ്ട കാര്യത്തെ സംബന്ധിച്ചും നിയമസഭ യാതൊരുവിധ തടസ്സവും കൂടാതെ കൊണ്ടുപോകുന്നത് സംബന്ധിച്ചും എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന കാര്യമാണ് UDF യോഗം ഇത് തീരുമാനിച്ചത്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ആഭ്യന്തരമന്ത്രിക്ക് നിർദ്ദേശമൊന്നും കൊടുത്തില്ല. ഇത് UDFൻ്റെ പൊതുവായൊരു തീരുമാനമാണ്. യാതൊരു കാരണവശാലും അക്രമം അനുവദിക്കില്ല. ഒരു ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന കേരളത്തിൽ, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയുടെ ധനകാര്യമന്ത്രി KM മാണി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ധനകാര്യമന്ത്രിയെ തുടരുമ്പോൾ അദ്ദേഹം തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതിനെ ആർക്കും തടയാനാകില്ല. അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുവാനാണ് UDF ഇന്ന് തീരുമാനിച്ചത്. ശ്രീ ജോണി നെല്ലൂർ, ഇപ്പോൾ നിയമസഭയിൽ വാച്ച് ആൻഡ് വാർഡുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പ്രതിഷേധത്തെ നേരിടാനുള്ള പതിവ് രീതികളുണ്ട്. അതിനെ മറികടന്ന് എന്തു വന്നാലും KM മാണി ബജറ്റ് അവതരിപ്പിക്കും. അതിനെ എതിരായ പ്രതിഷേധങ്ങളെ ശക്തമായി നേരിടാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകുമ്പോൾ പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയാണെങ്കിലും മാണിയെ നിയമസഭയിൽ എത്തിക്കുക, MLA മാരുടെ പ്രതിഷേധത്തെ അതിനെയും പോലീസിനെ ഉപയോഗിച്ച് നേരിടുക, അങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെയല്ല. നിയമസഭ ഭംഗിയായി നടന്നു പോകുവാൻ, നിയമസഭ അംഗങ്ങൾക്ക് നിയമസഭയിൽ പ്രവേശിക്കുവാൻ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ സ്നേഹിതൻ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നിയമസഭാ അംഗങ്ങൾക്ക് നിയമസഭയിലേക്ക് വരുവാനുള്ള വഴി വളരെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനുണ്ട്. എല്ലാ നിയമസഭാ സാമാജികരും മന്ത്രിമാരുൾപ്പെടെ നിയമസഭയിൽ വരണം. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ് ബഡ്ജറ്റ് അവതരണം എന്നുള്ളത്. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ വേണ്ടി കൂടുന്ന ആ ദിവസത്തെ സമ്മേളനം അത് വിജയിപ്പിക്കേണ്ടതും വിജയകരമായി കൊണ്ടുപോകേണ്ടതും ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണഘടനാപരമായ ബാധ്യതയാണത് ഗവൺമെൻറ്റിൻ്റെ. അത് നിറവേറ്റുവാൻ വേണ്ടിയുള്ള തീരുമാനം അത് ഏത് വിധത്തിലാണെങ്കിലും അത് നിറവേറ്റിയേ പറ്റൂ. അതിനുവേണ്ടി ശക്തമായ നടപടികൾ, ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനാണ് ഇന്ന് UDF യോഗം തീരുമാനിച്ചത്. ശ്രീ VS സുനിൽകുമാർ, പ്രതിപക്ഷം സമരത്തിൻ്റെ പൂർണ്ണരൂപം അതിനിയും ഉപസമിതി ചേർന്ന് 12-ന് ആവിഷ്കരിക്കാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ഭരണപക്ഷം കുറച്ചുകൂടി കടന്ന് എന്തു വില കൊടുത്തും സമരത്തെ നേരിടുക, KM മാണിയെ കൊണ്ട് തന്നെ എങ്ങനെയും ബജറ്റ് അവതരിപ്പിക്കുക, അതിന് ആഭ്യന്തര വകുപ്പിൻ്റെ സഹായവും അഭ്യർത്ഥിക്കുക, ആ വകുപ്പിന് നിർദ്ദേശം നൽകുക, ഭരണപക്ഷത്തെ ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ തന്ത്രം, അതിനെ നേരിടാൻ ഇടതുപക്ഷത്തിനാകുമോ? ഞങ്ങൾ സമരം നടത്തുമ്പോൾ അവിടെ പോലീസുണ്ടോ പട്ടാളം ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഇടതുപക്ഷ മുന്നണി സമരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ പോലീസിനെയും പട്ടാളത്തെയും വിളിക്കില്ലാതെ അവർക്ക് വേറെ മാർഗ്ഗമില്ലായിരിക്കാം. കാരണം അവരുടെ ദൗർബല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാൻ ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് വ്യക്തിപരമായ വിരോധമോ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ നടക്കുന്നൊരു കാര്യമല്ല. ജനാധിപത്യത്തിൻ്റെ സാങ്കേതിക ഭൂരിപക്ഷത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. കാരണം ബഹുമാനായിട്ടുള്ള ധനകാര്യമന്ത്രിക്കെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം വെറും ആരോപണമല്ല. കേരളത്തിൽ ആദ്യമായി കൈക്കൂലി ചോദിച്ചു വാങ്ങിയതിൻ്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. വിജിലൻസിൻ്റെ എൻക്വയറി നടത്തി 42 ദിവസത്തെ പ്രൈമറി എൻക്വയറി നടത്തിയ ശേഷം അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോലും പിന്നെ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല വിജിലൻസ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്ന കള്ളപ്പണത്തിൻ്റെ അതുപോലെ തന്നെ കൈക്കൂലിയുടെയും ഒക്കെ കാര്യം വെച്ചുകൊണ്ട് കേന്ദ്ര എൻഫോഴ്സ്മെൻറ്റിന് പോലും ഇതിനെ ഫയൽ അയച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. ആ കേസിലെ പ്രതി എന്ന നിലയിൽ KM മാണി മാന്യമായി UDF ചെയ്യേണ്ട കാര്യം, ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് രാജിവെക്കണം എന്നല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും ആ സ്ഥാനത്ത് തുടരുന്നതും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് അപമാനകരമായൊരു കാര്യമാണ്. ആ സാഹചര്യത്തിൽ അത്തരം അപമാനകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഭരണത്തിൻ്റെ സർവ്വസന്നാഹങ്ങളും ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്, നമ്മുടെ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയോടും റൂൾ ഓഫ് ലോയോടും ചെയ്യുന്നൊരു വെല്ലുവിളിയാണ്. അതിന് പകരം ഞങ്ങളെ ഭീകരവാദികളാക്കി ചിത്രീകരിക്കാനും ഞങ്ങൾ അക്രമകാരികളാക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ജനങ്ങളെ ജയശങ്കർ ഇന്നിപ്പോൾ UDF യോഗം ചേർന്ന് പ്രതിപക്ഷ സമരത്തെ ശക്തമായി നേരിടാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പോലീസിനെ ഉപയോഗിച്ച് നിയമസഭാ നടപടികൾ ആഭ്യന്തര വകുപ്പിൻ്റെ സഹായത്തോടുകൂടി നടത്തിയ മുൻചരിത്രമുണ്ടോ? അത്തരം ഇടപെടലുകൾ ശരിയാണോ? ഇല്ല, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വാച്ചാൻ വാർഡുകാരല്ലാതെ പോലീസിനെ ഇടപെടിച്ച് സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോയ ചരിത്രം ഉണ്ടായിട്ടില്ല. ഗവർണറെ ഖരാവോ ചെയ്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. NN വാഞ്ചു ഗവർണറായിരുന്ന സമയത്ത് മാർക്സിസ്റ്റ് അംഗങ്ങൾ AP കുര്യൻ, CBC വാര്യർ അടക്കമുള്ളവർ ചേർന്ന് ഗവർണറെ ഖരാവോ ചെയ്ത് നിയമസഭയ്ക്ക് അകത്ത് വെച്ച് ഖരാവോ ചെയ്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും വാച്ചാൻ വാർഡുകാരല്ലാതെ പോലീസ് ഇടപെട്ട ഒരു ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ അഴിമതിക്കാരനാണ് എന്ന് പരക്കെ പേര് കേട്ട ഒരാൾ, പേര് കൽപ്പിച്ച എന്ന് പറയുന്നത് കൂടുതൽ ശരി. KM മാണി കളങ്കിതനാണ് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ജോണി നെല്ലൂരിന് മാത്രമേ സംശയമുണ്ടോ. പക്ഷേ പൊതുജന ദൃഷ്ടിയിൽ അദ്ദേഹം കളങ്കിതനായി നിൽക്കും. അങ്ങനെ ഒരാൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വെച്ചാൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണവും ഈ ബഡ്ജറ്റ് തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. കാരണം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നികുതി കൂട്ടി കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഡ്യൂട്ടി കൂട്ടാതിരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന്, അത് ജ്വല്ലറിക്കാരാവട്ടെ, ബേക്കറിക്കാരാവട്ടെ, അബ്കാരികളാവട്ടെ, അവരിൽ നിന്നൊക്കെ പണം വാങ്ങുന്നു, അങ്ങനെ ബഡ്ജറ്റ് വിൽപ്പന നടത്തുന്നു എന്ന് ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ. അത് വെറും ആരോപണം അല്ലതാനും. അങ്ങനെ ഒരാൾക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് സർക്കാരിന്റെ ഇപ്പോൾ തന്നെ കളങ്കിതമായ പ്രതിച്ഛായയെ കൂടുതൽ മോശമാക്കും എന്ന് മാത്രമേ ഉള്ളൂ. അഡ്വക്കേറ്റ് ജയശങ്കർ, നിയമസഭാ നടപടികൾക്ക് അത് നിയന്ത്രിക്കാൻ, അതുപോലെ തന്നെ പ്രതിഷേധം അടിച്ചമർത്താൻ UDF ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെടുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം ഇപ്പോഴും സമരത്തിൻ്റെ പൂർണ്ണരൂപം അത് രൂപീകരിച്ചിട്ടില്ല. അത് 12-ന് ഇടതുപക്ഷ നേതാക്കൾ ചേരുന്ന ഉപസമിതി ആ സമരരീതി രൂപീകരിക്കും. ഇപ്പോൾ ഒരു പ്രതിഷേധ മാർച്ച് അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് നിയമസഭയ്ക്കകത്ത് ബജറ്റ് അവതരിപ്പിക്കാൻ മാണി വരുമ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്നത് ശക്തമായി തടയും, MLA-മാർ തന്നെ അത്തരം ഒരു നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വ്യക്തമാകുന്നത്. ഇത് രണ്ടും ഇടതുപക്ഷം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അത് ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകി ആ സമരത്തെ പേടിപ്പിച്ച് പിന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇപ്പോൾ UDF ശ്രമിക്കുക. അത്തരമൊരു ഭീഷണിയെ ഇടതുപക്ഷം എങ്ങനെ മാതൃകാപരമായി നേരിടേണ്ടി വരും? അല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ യുദ്ധതന്ത്രം ഇനിയും രൂപീകരിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അത് അവർ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല, ഇടതുപക്ഷം മാണിയുടെ കാര്യത്തിൽ ഒരു മൃദു സമീപനമാണ് പുലർത്തുന്നത് എന്ന ഒരു അപഖ്യാതിയും തീർച്ചയായിട്ടും അന്തരീക്ഷത്തിലുണ്ട്. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ മാണിക്കെതിരായിട്ടുള്ള ആരോപണം വെറും ആരോപണമല്ല എന്ന് പറഞ്ഞ പോലെ മാണിക്കെതിരായിട്ടുള്ള സമരത്തിന് വേണ്ടത്ര ഉത്സാഹമില്ല, ഊർജിതത്വമില്ല എന്നുള്ള കാര്യവും ഏറെക്കുറെ സ്പഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPM മാണിക്കെതിരായിട്ടുള്ള സമരത്തിൽ അങ്ങനെ മടിച്ച് നാണിച്ച് നഖം കടിച്ചാണ് മുന്നോട്ട് വരുന്നത്. ഇത്ര വലിയ ആരോപണം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന് ഒരു പന്തംകുളത്തിൽ പ്രകടനം നടത്താൻ പോലും നമ്മുടെ DYFI സഖാക്കൾ കാര്യമായിട്ട് തയ്യാറായിട്ടില്ല. വേറെ ഏതെങ്കിലും ഒരു പത്രികെതിരായിട്ട് ഇങ്ങനെ ആരോപണം ഉണ്ടാക്കി എന്തായിരിക്കും ഇവിടുത്തെ പുക്കാറ് എന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കിയാൽ മതി. ഇവിടെ VS അച്യുതാനന്ദൻ വഞ്ചകനാണ്, ഒറ്റുകാരനാണെന്നൊക്കെ വാശിയോടുകൂടി പറയുന്ന M സ്വരാജ്, അദ്ദേഹം ഈ നാട്ടിലെ ഏറ്റവും വലിയ യുവജന സംഘടനയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ സമരത്തിന് ആഹ്വാനം ചെയ്യണമെന്ന് സ്വരാജിന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പിണറായി വിജയൻ അതിന് സമ്മതിക്കില്ല. പിണറായി വിജയൻ സമ്മതിക്കാത്തത് എന്താ വെച്ചാൽ KM മാണിയും പിണറായി വിജയൻ തമ്മിലുണ്ടായ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ മാണിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരാൻ തന്നെ കാരണമായിട്ടുള്ളത്. ദയവായി താങ്കൾ തുടരണം, തിരിച്ചെത്തും. ശ്രീ ജേക്കബ് ജോർജ്, രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ KM മാണിക്കെതിരെ സമരത്തിന് CPIM താല്പര്യമില്ല, അതല്ലെങ്കിൽ ആ സമരം വേണ്ടത്ര ശക്തമായി അവർ നടത്തില്ല എന്ന
ഒരു ആക്ഷേപം, അത് സംബന്ധിച്ച ചർച്ച, വെളിപ്പെടുത്തലുകൾ ഇതെല്ലാം ഇടതുമുന്നണിയിൽ നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതേസമയം KM മാണിയെ ഇനി വേണ്ട എന്ന് പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ സമരത്തെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കർക്കശമായി നേരിടുക, അതിന് ആഭ്യന്തര വകുപ്പിൻ്റെ സഹായം തേടുക, ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകുക, ഇത് ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീക്കുക? ആകാശ്, ഇത് വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ തുനിയരുതായിരുന്നു. അതൊരു സാഹസം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ അതിന് രാഷ്ട്രീയമായി അതിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് UDFന്റെ ഗവൺമെന്റിന്റെ ചുമതലയാണ്. രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ പ്രതിപക്ഷത്തിന് KM മാണിക്കെതിരെ സമരം നടത്താനുണ്ട്. ഇത് ഏറ്റവും ശക്തമായിട്ട് തന്നെ നടത്തണം എന്ന് തന്നെയായിരിക്കാം അവരുടെ താല്പര്യം. പക്ഷെ അതെങ്ങനെ ഉരുത്തിരിയും എന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ രാഷ്ട്രീയമായി KM മാണിയെ സംരക്ഷിക്കുന്നതോ രാഷ്ട്രീയമായി KM മാണിക്കെതിരെ സമരം നടത്തുന്നതോ KM മാണിയെ കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതോ ഇത് രണ്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ രണ്ട് രാഷ്ട്രീയ ധാരകളായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. KM മാണി ബജറ്റ് അവതരിപ്പിക്കരുതായിരുന്നു എന്ന് തന്നെയാണ് എന്റെ പക്ഷം. അതിന് യാതൊരു സംശയവുമില്ല താനും. ശ്രീ ജേക്കബ് ജോർജ്, KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി ഇടതുപക്ഷം പുറത്ത് സമരം, അകത്ത് MLA മാരുടെ സമരം. അത്തരമൊരു സാഹചര്യത്തിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി മാണിക്ക് വേണ്ടി പോലീസിനെ കെട്ടഴിച്ചു വിടുമ്പോൾ, അത് മറ്റൊരു തലത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ മാണിയെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നു. അങ്ങനെ തല്ലിച്ചതയ്ക്കപ്പെട്ട ആ ഇടതുപക്ഷത്തിന് വീണ്ടും കേരള കോൺഗ്രസ് എം ഒട്ടും സ്വീകാര്യമല്ലാതാക്കുക എന്ന ഒരു തന്ത്രം കൂടിയുണ്ടോ ഈ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്താനുള്ള പുതിയ തീരുമാനത്തിന് പിന്നിൽ? അതെ, അത് തന്നെയാണ് എന്റെ രാഷ്ട്രീയം. കാരണം KM മാണിക്കെതിരെ വിജിലൻസിന്റെ അന്വേഷണം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു ഒത്തുതീർപ്പും ഉണ്ടാക്കിയിട്ടില്ല. രാഷ്ട്രീയമായി യാതൊരു ധാരണയും അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല. ഈ വിജിലൻസ് അന്വേഷണം ഏത് തരത്തിലേക്കാണ്, ഏത് നിലയിലേക്കാണ് പോകുന്നതെന്നും നമുക്കത്ര പിടിയില്ല. സ്വാഭാവികമായിട്ട് അത് അവർക്ക് തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ആ ഒരു പിടി മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കയ്യിലുണ്ട്. ആ പിടിയുമായിട്ടാണ് മാണിയെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് UDFന്റെ രണ്ടാമത്തെ ലക്ഷ്യം. ഒരേ സമയം പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുക, പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളെ തടയുക, മറുവശത്ത് മാണിയുടെ നീക്കവും തടയുക. മാണി ബജറ്റൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് ചാടി LDFിലേക്ക് പോയാലോ ഗവൺമെന്റ് പൊളിയില്ലേ? അപ്പോൾ ഗവൺമെന്റിനെ നിലനിർത്തുക. അതാണ് ഞാൻ വളരെ സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഒരേ സമയത്ത് KM മാണിയെ മുൾമുനയിൽ നിർത്തുക, അത് ഈ ഗവൺമെന്റിനെ സംരക്ഷിച്ചു നിർത്തുക, LDFനെ നിരായുധീകരിക്കുക എന്നിങ്ങനെ പല ലക്ഷ്യങ്ങളും UDF മുന്നിൽ കാണുന്നുണ്ട്. അതിനെ അവരുടെ ഏകായുധം പോലീസിനെ ഉപയോഗിക്കുക എന്ന് തന്നെയാണ്. വ്യക്തമാണ്. ശ്രീ ജോണി നെല്ലൂർ, പോലീസിനെ ഉപയോഗിക്കുക, ഇടതുപക്ഷം ശക്തമായി സമരത്തിനെത്തുകയാണെങ്കിൽ ഇടതുപക്ഷത്തെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക, അത് സൃഷ്ടിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിനെ പിന്നീട് ഈ മർദ്ദനമേറ്റ ഇടതുപക്ഷ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ വെടിയേറ്റ ഇടതുപക്ഷ പ്രവർത്തകർക്ക് പിന്നെ കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിനെ ഒരു രീതിയിലും സ്വീകാര്യമല്ലാതാക്കുന്ന ഒരു സാഹചര്യം അതുകൂടി സൃഷ്ടിക്കുകയാണോ നിങ്ങൾ ഈ ഭരണഘടനാപരമായി ബജറ്റ് അവതരിപ്പിക്കണം, അതിനെതിരായ എന്തു നീക്കവും ചെറുക്കും എന്ന നിങ്ങളുടെ ഈ പുതിയ തീരുമാനത്തിന് പിന്നിൽ? പ്രകാശ്, നിങ്ങൾ എഴുതാപ്പുറം വായിക്കുക. പ്രകാശ് 2-3 പ്രാവശ്യം പറയുന്നത് കേട്ടു. നിയമസഭയ്ക്കകത്ത് പോലീസിനെ കയറ്റാനോ നിയമസഭാ അംഗങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യാനോ അവരുടെ സമരമുറകളെ നേരിടാനോ ഒന്നും ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല, അത് ചെയ്യാനും പോകുന്നില്ല. നിയമസഭയ്ക്കകത്ത് എങ്ങനെ ഈ സമരത്തെ നേരിടണമെന്നുള്ള പരിണതപ്രജ്ഞനായ മുഖ്യമന്ത്രിക്കും സ്പീക്കറായി വരാൻ പോകുന്ന ആൾക്കും അല്ലെങ്കിൽ സ്പീക്കറുടെ ചുമതല ആൾക്കും ഒക്കെ അറിയാം. അത് അവർ നോക്കട്ടെ. ഞങ്ങളിന്ന് UDF തീരുമാനിച്ചത് ഈ സമരത്തിൻ്റെ പേരിൽ പുറത്ത് അക്രമം ഉണ്ടാക്കിയാൽ ആ അക്രമത്തെ നേരിടുക തന്നെ വേണം. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. നിങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. ഇവിടെ കീരിയും പാമ്പും പോലെ പരസ്പരം കൊന്നും നടക്കുന്ന BJPയും ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPM BJPയും ഈ സമരത്തിൽ പങ്കാളിയാണ്. BJPയും എന്ന് നിയമസഭ കളയുമെന്ന് പറയുന്നിരിക്കുന്നത്. അപ്പോൾ BJPയും ഇടതുപക്ഷവുമായി ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ആണോ ഇതെന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടു കൂട്ടരും സമരവുമായി വരുമ്പോൾ ശത്രുതയിലാണ് ഇവരെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായി വൈരികളായി നിൽക്കുന്ന BJPയും ഇടതുപക്ഷ മുന്നണിയിലെ മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ അവിടെ ഒരു സംഘടന ഉണ്ടായാൽ
അത് ഉണ്ടാകാതെ നോക്കേണ്ട ചുമതലയും വളരെ പോലീസിനുണ്ട്. അത് വ്യക്തമാണ് നോക്കണമെന്നാണ് വളരെ വ്യക്തമാണ് താങ്കളുടെ എടുത്തിരിക്കുന്ന നിലപാട്. തീരുമാനം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഇന്നത്തെ ഇപ്പോൾ UDF യോഗത്തിന് ശേഷം എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ: ഒന്ന്, സ്പീക്കർ എൻ ശക്തനാണ് സ്പീക്കർ എന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി KM മാണിയും PC ജോർജും UDFൽ അവകാശവാദം ഉന്നയിച്ചു. അതിനോട് ഉമ്മൻചാണ്ടി നൽകിയ മറുപടി: ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടല്ലോ, ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറായ ശേഷം അത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നാണ്. മാത്രമല്ല, ഇടതുപക്ഷ സമരത്തെ നേരിടാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശവും നൽകിയിരിക്കുന്നു. എന്തായിരിക്കും കേരള കോൺഗ്രസ് ബിയുടെ നിലപാട്? അല്ല, ഞങ്ങളിത് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 28 തന്നെ ഉമ്മൻചാണ്ടിയോട് വിട പറഞ്ഞതാണ്. അന്ന് അഴിമതികളെ കുറിച്ച് ഉമ്മൻചാണ്ടിയോട് 1 മണിക്കൂറിലധികം ഞാൻ സംസാരിച്ചു. ഒരു പ്രതികരണവുമില്ല. VM സുധീരൻ ഞാനും ഒരേ അഴിമതി എഴുതി കൊടുത്തു, യാതൊരു പ്രതികരണവുമില്ല. ഇതുപോലെ അഴിമതി കാണിച്ച മന്ത്രിമാർ എല്ലാവരും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ചും കോൺഗ്രസ് പറഞ്ഞതുപോലെ ഘടകകക്ഷികൾ അഴിമതി കാണിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ പലവരും ശ്രമിക്കുകയാണ്. ഇന്ന് അവിടെ നിൽക്കുന്ന ചില നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുടെ മുമ്പിൽ UDFൽ പരസ്യമായി 2 കൊല്ലം മുമ്പ് ഞാൻ ഈ അഴിമതികൾ എണ്ണി പറഞ്ഞു. ഇന്നത്തെ അതിനെതിരായി സമരം ചെയ്യാൻ ആർക്കോ പുറത്തു പറഞ്ഞുകൂടാ. അച്ചടക്കം PC ജോർജ് പറഞ്ഞു എന്ന് പറഞ്ഞ് PC ജോർജിനോട് അകത്ത് പറയണോ? ഞാൻ അകത്ത് പറഞ്ഞാളാ. ജോണി അവിടെ ഇരിപ്പുണ്ട്, അകത്ത് പറഞ്ഞാളാ. അകത്ത് പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ? മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞു, പ്രയോജനമുണ്ടോ? അതിനുശേഷം കത്ത് കൊടുത്തു, പ്രയോജനമുണ്ടോ? ഈ കത്തൊക്കെ പുറത്തു വരും, വലിയ താമസമില്ല, അത് വരട്ടെ. അപ്പൊ ഇത് സമരം ചെയ്യാൻ ആർക്കും അവകാശമുണ്ട്. പക്ഷെ ഇന്നത്തെ തീരുമാനം ഈ UDF മാത്രമല്ല, 1957 മുതൽ സജീവ രാഷ്ട്രീയത്തിലും 60 മുതൽ നിയമസഭയിലുള്ള ആളെന്നുള്ള നിലയിൽ പോലീസിനെ ഉപയോഗിച്ച് നിയമസഭയിൽ നടക്കുന്ന സമരം അടിച്ചമർത്താൻ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ ഉള്ള തീരുമാനം എടുത്തെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ കശാപ്പാണ് നടന്നിരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനത്തെ തീരുമാനം, ഇതിനേക്കാൾ കർക്കശമായ സമരം വന്നപ്പോഴും നിയമസഭയിൽ ഞങ്ങളൊക്കെ ഉള്ള നിയമസഭകളിലൊന്നും എടുത്തിട്ടില്ല, പാർലമെന്റിലും കണ്ടില്ല. അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പറയുമ്പോൾ ഇത്രയും മോശപ്പെട്ട ഒരു തീരുമാനം UDFൽ നിന്ന് ഒരു പഴയ UDFകാരനായ ആളെന്നുള്ള നിലയ്ക്കും ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ച ആളെന്നുള്ള നിലയ്ക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ജേക്കബ് ജോർജ് പറഞ്ഞെടുത്താണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് അദ്ദേഹമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞെടുത്താണ് ഞാൻ നിൽക്കുന്നത്. സുനുമാർ പറഞ്ഞുകൊണ്ട് അപ്പൊ സമരം ചെയ്യാൻ അവകാശമില്ലേ? ചെയ്തിട്ടുണ്ടല്ലോ. വിമോചന സമരം ചെയ്തില്ലേ ഈ രാജ്യത്ത്? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിട്ടില്ല, ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ഇങ്ങനൊരു ഏർപ്പാട് കണ്ടിട്ടില്ല. നിയമസഭയ്ക്കകത്ത് അന്നും വിമോചന സമരം നടത്തിയ ആളുകൾ നിയമസഭ നടത്തിക്കൊണ്ടുപോകാൻ EMSനെ അനുവദിച്ചിരുന്നു. ഇന്ന് അത് ചെന്നാൽ പക്ഷേ ഇത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ തിരിച്ചാൽ ചോദിക്കുക. അതാണ് നമ്മുടെ ജനാധിപത്യം. അന്നും വേണം ഉണ്ടാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പൊ എന്താ സ്ഥിതി? ഒരു സമരം വ്യക്തമാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. പക്ഷെ പോലീസിനെ ഉപയോഗിച്ച് സമരത്തെ നേരിട്ട് ഈ നിയമസഭയിൽ മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് 13-ന് എങ്ങനെയും ബജറ്റ് അവതരിപ്പിക്കുക എന്ന നിലയിൽ പോലീസിന് ഉപയോഗിക്കുക, അതിന് പോലീസിന് നിർദ്ദേശം നൽകുക, ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകുക എന്ന് പറയുമ്പോൾ മാണിയെ കൊണ്ട് അങ്ങനെ എങ്ങനെയും ബജറ്റ് അവതരിപ്പിക്കണം എന്ന് ഉമ്മൻചാണ്ടിക്കുള്ള ആഗ്രഹമാണോ? അതോ ബജറ്റ് അവതരണത്തിൻ്റെ പേരിൽ പോലീസിനെ ഇറക്കി മാണിക്ക് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംഘർഷമുണ്ടാക്കി അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയമായി നേടിയെടുക്കാൻ കഴിയുമോ എന്ന കാഴ്ചപ്പാടോ? ജേക്കബ് ജോർജ് പറഞ്ഞതിനകത്തുണ്ട്, ഞാൻ അതിലേക്ക് സ്ഥിരീകരിക്കുന്നില്ല. ഏതായാലും പോലീസ് വന്നു, വല്ല വെടിവെപ്പ വെച്ചോ ഉണ്ടായാൽ ആരുത്തരം പറയും? മാണി ഉത്തരം പറയുമോ? മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? വേറെ ആരും ഉപധനാഭ്യർത്ഥനയോ ധനാഭ്യർത്ഥനയോ ഒന്നും അവതരിപ്പിക്കുന്നത് തടയുന്നില്ലല്ലോ. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നടത്തിയ കൊള്ളകളാണ് ഈ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത്. അതിനെയും തുടരാതിരിക്കാനാണ് ധനകാര്യമന്ത്രി സുനിൽകുമാർ പറഞ്ഞാൽ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ മാണി വേണ്ട എന്ന് പറയുന്നത്. അതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഗവർണർ എന്താണ് ഇന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ വേണ്ടാത്ത ഇത്രയും രക്തപ്പൊഴി ഒഴുക്കാനും ബഹളം ഉണ്ടാക്കാനും മാണി തന്നെ അവതരിപ്പിച്ചേ തീരൂ. ജനാധിപത്യവും ഭരണഘടനയും ഒക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് അല്ലേ ശ്രമിക്കേണ്ടത്? പ്രതിപക്ഷത്തെക്കാൾ ഉത്തരവാദിത്വം അത് ചെയ്യാവുന്നതാണ്. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യം ഞങ്ങളോട് ആരും ആലോചിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ട സെപ്റ്റംബർ മാസം 28-ാം തീയതി തന്നെ. പിന്നെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഞാൻ അതല്ല ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, സ്പീക്കർ സ്ഥാനത്തേക്ക് ശക്തനെയും
അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന് നൽകുകയാണെങ്കിൽ അത് രണ്ടും നിയമസഭയിൽ നിങ്ങൾ പിന്തുണയ്ക്കുമോ? ഞങ്ങളുടെ പിന്തുണ വേണ്ടല്ലോ, ഞങ്ങളിപ്പോ പാർലമെന്ററി പാർട്ടിയിലും ഇല്ലല്ലോ. തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്കച്ചൻ ഇത്രയൊക്കെ പറയുന്ന ആളിനെ ഗവർണറായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കുറെ ആൾ കൊണ്ട് അല്ലല്ല, തങ്കച്ചന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സ്പീക്കർ സ്ഥാനത്തേക്ക് ശക്തനെയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഇപ്പോൾ കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി ഇത് രണ്ടിനെയും കേരള കോൺഗ്രസ് ബി MLA പിന്തുണയ്ക്കുമോ? അത് ഞങ്ങളുടെ സെക്രട്ടറി, ഞങ്ങൾ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ഗവർണറുടെ പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ തീരുമാനം എന്ന് പറയുന്നത് ഞങ്ങൾ നിഷ്പക്ഷത പാലിക്കുക എന്നുള്ളതാണ് ഇപ്പൊ തീരുമാനിച്ചേക്കുന്നത്. അതിനൊരു പക്ഷേ നാളെ 24 മണിക്കൂർ കൊണ്ട് മാറ്റം ഉണ്ടായിക്കൊടുന്നില്ല. അതായത് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് മറ്റന്നാൾ വോട്ടിങ്ങിന് മുമ്പ് കൂടി ഞങ്ങൾ അക്കാര്യം തീരുമാനിക്കും. വ്യക്തമാണ്. സ്വാഭാവികമായും ഞങ്ങളോട് ആരും വോട്ട് ചോദിക്കുന്നില്ല. ഗണേശൻ പാർലമെന്ററി പാർട്ടി മെമ്പറും അല്ല. അപ്പൊ അവിടെ വോട്ട് ചെയ്യുക എന്നുള്ള പ്രശ്നമൊന്നും ഇപ്പൊ ഉദിക്കുന്നില്ലല്ലോ. ശക്തൻ വോട്ട് ചെയ്യുക എന്നുള്ള പ്രശ്നം ഇപ്പൊ ഉദിക്കുന്നില്ലല്ലോ. കാരണം ഞങ്ങൾ പാർലമെന്ററി പാർട്ടി ഇല്ലല്ലോ. തങ്കച്ചൻ പറഞ്ഞില്ലേ, തങ്കച്ചൻ ഇന്ന് വ്യക്തമാണ്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള എൻ ശക്തന് വോട്ട് ചെയ്യുന്ന പ്രശ്നം കേരള കോൺഗ്രസ് ബിയെ സംബന്ധിച്ച് ഉദിക്കുന്നില്ല. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, KM മാണിയുടെ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് UDF-നകത്ത് ഒരു പുതിയ രാഷ്ട്രീയം രൂപപ്പെടുന്നുണ്ടോ? ഇടതുപക്ഷത്തെ എങ്ങനെയും നേരിട്ട് KM മാണിയെ കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുക എന്ന് ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നു. അതേസമയം സർക്കാരിൻ്റെ ഇതേ ആഭ്യന്തര വകുപ്പിൻ്റെ DGP അയാൾ എല്ലാ കൊള്ളരുതായികളും സംരക്ഷിക്കുന്നയാളാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ 2.5 കോടിയുടെ ഇടപാടിൽ ഒത്തുതീർപ്പിന് വിളിച്ച മറ്റൊരു മന്ത്രി KM മാണിയാണെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തലയെ കണ്ട് പോലീസിൻ്റെ പ്രശ്നങ്ങൾ അത് ഒത്തുതീർപ്പാക്കാൻ നിർദ്ദേശമുയരുന്നു. എങ്ങോട്ടാണ് UDF പോകുന്നത്? UDF പോകുന്നത് എങ്ങോട്ടാണെന്ന് കേരളം ഇന്ത്യയിലെ എല്ലാവരോടും ചോദിച്ചാലും അറിയാം UDF എങ്ങോട്ടാണ് പോകുന്നത്. UDF എങ്ങനെയെങ്കിലും ഒരു ഭരണം നിലനിർത്തി എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ പോകുന്നതിന് ആരെന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും ഏത് മന്ത്രി മോട്ടിച്ചാലും കട്ടാലും ഒക്കെ അതൊക്കെ അംഗീകരിച്ചു കൊടുത്ത ഈ 1-2 എണ്ണത്തിന്റെ എണ്ണം തകച്ചു പോവുക. ഇപ്പൊ ഇന്ന് തന്നെ ഒരു RSPക്കാരൻ എന്നോട് പറഞ്ഞത് അവർ ഇടതുപക്ഷത്ത് നിന്നപ്പോഴത്തെ സീറ്റ് ആര്യനാട്, ആ സീറ്റ് അവർക്ക് എന്തേ കൊടുക്കേണ്ടതെന്ന് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. എനിക്കറിയില്ല, എനിക്കതുമായിട്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. ഇതൊന്നും വളരാണെന്ന് നിൽക്കില്ല. വ്യക്തമാണ്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള താങ്കൾ പറയുന്ന UDF-ന്റെ സ്ഥിതി മോശമാണ്. ശ്രീ VS സുനിൽകുമാർ, ഒരു കടുത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയെ പോലുള്ള പരിചിത സമ്പന്നരായ നേതാക്കൾ പോലും പറയുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പ്രതിഷേധത്തിന് ഒരു സ്പേസ് ഉണ്ട്, ജനാധിപത്യപരമായൊരു സ്പേസ് ഉണ്ട്. അതിനെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുക പ്രതിഷേധത്തെ എന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കറും രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അത് പറഞ്ഞു. ജേക്കബ് ജോർജും അതുതന്നെ ആവർത്തിച്ചു. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് മാണിയെ കൊണ്ട് ഇപ്പോൾ ആദ്യത്തെ ഒരു വാക്കുണ്ടല്ലോ, രക്തപ്പുഴ നീന്താൻ തനിക്ക് പറ്റില്ല എന്ന് PC ജോർജ് പറഞ്ഞത്, രക്തപ്പുഴ ഒഴുക്കിയാണെങ്കിലും ബജറ്റ് അവതരിപ്പിക്കാൻ ഉമ്മൻചാണ്ടിയും UDF-ഉം മുന്നോട്ട് വരുന്നു. അല്ല, ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. നേരത്തെ ആർ ബാലകൃഷ്ണപിള്ള സാർ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, 957 ഗവൺമെൻറ്റിനെതിരെ വിമോചന സമരം നടത്തി ജനാധിപത്യപരമായ എല്ലാ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവരാണ് ജനാധിപത്യത്തെ പറ്റി പറയുന്നത്. പിന്നെ ഇവിടെ ജോണി നെല്ലൂർ സാർ, എൻ്റെ സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം BJP-യുമായിട്ട് എന്താ അവിഹിത ബന്ധമെന്നാണ് 13-ാം തീയതി നടക്കാൻ പോകുന്ന സമരത്തിൽ. ഞങ്ങൾക്കൊരു അവിഹിത ബന്ധമില്ല. അവിഹിത ബന്ധമുള്ളത് UDF-ആയിട്ടാണ്. തൊഗാഡിയയുടെ പ്രസംഗം നടത്തിയപ്പോഴും അദ്ദേഹത്തിന് കേസ് പിൻവലിച്ചു ഞങ്ങളാണോ? ഞാൻ ആ വിഷയത്തിൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇന്ന് നമ്മളെല്ലാം ദുഃഖത്തോടു കൂടി ഇരിക്കുന്ന ബഹുമാനായിട്ട് G. കാർത്തികേയൻ അന്തരിച്ചു പോയി. അദ്ദേഹം നിയമസഭാ സ്പീക്കറായിരിക്കുമ്പോൾ നിയമസഭയ്ക്കകത്തുനിന്ന് വാച്ചൻ വാർഡിനെ പിൻവലിച്ച് ചരിത്രം സൃഷ്ടിച്ച ആളാണ് ബഹുമാനായിട്ട് G. കാർത്തികേയൻ സാർ. അദ്ദേഹം മരിച്ചു പോയതിന് ശേഷം പുതിയതായിട്ട് വന്നിരിക്കുന്ന ശക്തൻ നാടാർക്ക് ഞാൻ എല്ലാ അഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യം, ഈ കോൺഗ്രസിൻ്റെ UDF-ന്റെ വാക്ക് കേട്ട് കേരള നിയമസഭയിലേക്ക് പോലീസിനെ കയറ്റാൻ തീരുമാനിച്ചാൽ അത് അദ്ദേഹത്തിന് മോശക്കേടാവുമെന്ന് മാത്രമല്ല ജനാധിപത്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊലപാതകമായിരിക്കും. ഞങ്ങൾ പേടിച്ചുകൊണ്ട് പറയുന്നതല്ല. ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, കേരള നിയമസഭയിൽ നിയമപരമായി തന്നെ അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്താ? KM മാണിക്കെതിരായി അഴിമതി കേസിൽ അദ്ദേഹം പ്രതിയാണ്. അഴിമതി കേസിൽ പ്രതിയായിരിക്കുന്ന കൈക്കൂലി വാങ്ങിയിരിക്കുന്നു എന്ന് ശക്തമായ തെളിവടക്കം പിന്നെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പ്രതി ചേർത്ത് ഈ ഗവൺമെൻറ് തന്നെയല്ലേ? മറ്റേതെങ്കിലും ഗവൺമെൻറ് പ്രതി ചേർത്ത ഒരാളാണെങ്കിൽ നമുക്ക് പറയാം രാഷ്ട്രീയ പ്രേരിതമാക്കി ഗവൺമെൻറ് പ്രതിയാക്കിയെന്ന്. ഈ ഗവൺമെൻറ്റിന് പോലും ധനകാര്യമന്ത്രിയായിരിക്കുന്ന KM മാണിയെ പ്രതി ചേർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത്രയും ശക്തമായ തെളിവ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. അങ്ങനെ ഒരു മന്ത്രിക്ക് വേണ്ടി
പട്ടാളത്തെയും പോലീസിനെയും ഒക്കെ വിളിച്ച് ജനാധിപത്യത്തിന് യാതൊരു പുല്ലുവിലയും കൽപ്പിക്കാതെ ഇതിനെ അങ്ങ് അടിച്ചമർത്താൻ കഴിയുമെന്ന് തീരുമാനിച്ചാൽ ഇതെന്താ വെള്ളരിക്കപ്പെട്ടനാണോ? ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരെല്ലാം വരുമ്പോൾ പോലീസിനെ കണ്ട പേടിച്ചോടി പോകുന്ന ആൾക്കാരാണോ? അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ അജണ്ടയെ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് ഈ UDF ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്നത് ആ ജനങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയാണ്. ഞങ്ങളല്ല. പിന്നെ ഇവിടെ ചോരപ്പുഴ ഒഴുക്കും, ഞങ്ങളാരും ചോരപ്പുഴ ഒഴുക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചോരപ്പുഴ ഒഴുക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ പോലീസിനെ ഇറക്കിയാൽ ഞങ്ങൾ പേടിച്ചോടി പോകുന്ന ആൾക്കാരല്ല. അപ്പം ചോരപ്പുഴ ഒഴുക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല. ചോരപ്പുഴ ഒഴുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വം നിങ്ങൾ ഒഴുക്കിക്കോളൂ. പക്ഷെ ഞങ്ങളുടെ പേരിൽ ഞങ്ങളെ ഭീകരവാദികളാക്കി സുനിൽകുമാർ പറയുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. കാരണം ബജറ്റ് അവതരിപ്പിക്കുന്നതിന് KM മാണിയെ മാറ്റി നിർത്തണം എന്നേ ഇടതുപക്ഷം പറഞ്ഞിട്ടുള്ളൂ. അത് ഏതാണ്ട് പൊതുവിൽ യോജിപ്പുള്ള ഒരു കാര്യമാണ്. വളരെ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കളും പറഞ്ഞതാണ് മാണി ബജറ്റ് അവതരിപ്പിക്കരുത്, വേണമെങ്കിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചോളൂ എന്ന്. അപ്പോൾ നിങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് പുറത്ത് സമരം ചെയ്യുന്നവരെയും അതുപോലെ തന്നെ MLA-മാർ ശക്തമായ സമരത്തിന് വന്നാൽ അവരെയും, കാരണം നിങ്ങൾ പറഞ്ഞല്ലോ നിയമസഭയ്ക്കകത്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നിയമസഭയ്ക്കകത്ത് KM മാണി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനെതിരെ MLA-മാർ പ്രതിഷേധമുയർത്തും എന്നതുകൊണ്ടാണല്ലോ സുഗമമായി മാണിക്ക് പാതയൊരുക്കാൻ നിങ്ങൾ ആഭ്യന്തര വകുപ്പിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തിൽ നടപ്പുള്ള കാര്യമാണോ ശ്രീ ജോണി നെല്ലൂർ ഇത്? അല്ല, ഇപ്പം നിയമസഭയ്ക്കകത്ത് ഒരു വിധത്തിലും MLA-മാരെ നേരിടണമെന്നോ അവരെ തടസ്സപ്പെടുത്തണമെന്നൊന്നും ഒരു തീരുമാനവും UDF എടുത്തിട്ടില്ല. അതൊക്കെ വെറും വ്യാഖ്യാനമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ എൻ്റെ സ്നേഹിതൻ സുനിൽകുമാർ പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ എനിക്ക് വലിയ തമാശയാണ് തോന്നിയത്. അഴിമതിക്കെതിരെ ഒരു FIR ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് KM മാണി അവതരിപ്പിക്കാൻ പാടില്ല. ഞാൻ സുനിൽകുമാറിനോട് ചോദിക്കട്ടെ, 1957 നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ആദ്യത്തെ നിയമസഭ, കേരളം പിറവിക്ക് ശേഷം ആദ്യത്തെ മന്ത്രിസഭ, അതിനകത്തെ KC ജോർജ് എന്ന മന്ത്രി അഴിമതിക്കാരനാണെന്ന് ഹൈക്കോടതിയിൽ സിറ്റിംഗ് ജഡ്ജി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ആ റിപ്പോർട്ട് വന്നപ്പോൾ മുഖ്യമന്ത്രി ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്താ പറഞ്ഞത്? ഈ റിപ്പോർട്ട് ഞങ്ങൾ ചരിത്രത്തിലേക്ക് പോകണ്ട. ഇടതുപക്ഷ MLA-മാരെയും ഇടതുപക്ഷ അനുഭാവികളെയും ഈ പോലീസിനെ കാണിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുമോ? ചുരുങ്ങിയ വാക്കുകളിൽ എത്രയോ വെള്ളം ന്യായമുണ്ടോ? അതിനുശേഷം എത്രയോ വെള്ളം ഒഴുകിപ്പോയി. MN ഗോവിന്ദൻ രാജിവെച്ചു, TV തോമസ് രാജിവെച്ചു, നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുള്ള പിന്നെ എത്രയോ ആളുകൾ രാജിവെച്ചു. അഴിമതി ആരോപണത്തിന്റെ പേരിൽ KP വിശ്വനാഥൻ രാജിവെച്ചു, രാമേന്ദ്ര മാഷ് രാജിവെച്ചു. അങ്ങനെ രാജിവെച്ച പാരമ്പര്യവും ധാരാളമുണ്ട്. ഏതായാലും MLA-മാര് മാന്യമായി പെരുമാറിയാൽ, MLA-മാര് മാന്യമായി നിയമസഭ പെരുമാറിയാൽ ഒരു പ്രശ്നമില്ല. MLA-മാർ നിയമസഭയിൽ മാന്യമായി പെരുമാറിയാൽ കുഴപ്പമില്ല, മാന്യമല്ലാതെയാണെങ്കിൽ കാണാമെന്നാണ് പറയുന്നത് ജോണി നെല്ലൂർ. അത് നോക്കാൻ അവിടെ വാച്ചാൻ വാർഡും പോലീസും ഒന്നും വേണ്ട. ഞങ്ങളിപ്പോ MLA-മാർ എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത്, MLA-മാർ എങ്ങനെയാണ് സമരത്തിൽ പങ്കെടുക്കേണ്ടതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള വ്യക്തമാണ്. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. MLA-മാർ എങ്ങനെ പെരുമാറണം എന്ന് ഇടതുപക്ഷ MLA-മാർക്കറിയാം. എങ്ങനെ അഴിമതിക്കാരനായ മാണിയെ നേരിടണമെന്ന് ഇടതുപക്ഷ അനുഭാവികളായ ജനങ്ങൾക്കും അറിയാം. പോലീസും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് കാണാം. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. വളരെ നന്ദി ശ്രീ VS സുനിൽകുമാർ, ശ്രീ ജോണി നെല്ലൂർ, ശ്രീ ജയശങ്കർ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ R ബാലകൃഷ്ണപിള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി അവസാനിക്കുന്നു. നമസ്കാരം.